ഇന്നത്തെ ഭാര്യയ്ക്കും ഭർത്താനും ഒക്കെ അങ്ങനെ ഇരിക്കാനോ സംസാരിക്കാനോ എവിടെയാ നേരം? കാശുണ്ടാക്കാനുള്ള നെട്ടോട്ടം അല്ലേ? എന്നിട്ട് എന്തോ നേടുന്നേ? ഒന്നും നേടുന്നുമില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ഈ കിടന്നുള്ള ഓട്ടം മാത്രമാ. കാശുണ്ടാക്കാനുള്ള ഓട്ടത്തിനിടയ്ക്ക് എവിടാ ഈ സ്നേഹവും ബന്ധവും ഒക്കെ? ഇവിടെ എനിക്കിപ്പോ നിങ്ങളുടെ കാര്യത്തിൽ തോന്നുന്നതും അതൊക്കെ തന്നെ. ഒരു സംസാരം ഇല്ല, പഴയ പോലുള്ള കളിയും ചിരിയില്ല, ഒന്നിച്ചുള്ള പുറത്തുപോക്ക് പോലുമില്ല. എടാ, എന്തോടെ മക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചേ? എന്റെ വിഷ്ണുമോനല്ല ശാലിനിക്കൊപ്പം നിൽക്കുന്നതെന്നേ എന്റെ മനസ്സിലൊരു തോന്നല്. ഭഗവാനെ, ഓർമ്മ തെളിഞ്ഞ് വരികയാണോ? എനിക്ക് രക്ഷപ്പെട്ടു. ഞാൻ വിഷ്ണു അല്ല ശിവനാണെന്ന് പറഞ്ഞ് ഈ ഊരാക്കുടുക്കിന്ന് സലാം പറഞ്ഞ് രക്ഷപ്പെടായിരുന്നു. ഒന്നാമത് ഈ അഭിനയം എന്ന് പറഞ്ഞ പരിപാടി എനിക്ക് വശമില്ല. അതിൻ്റെ ഇടയിൽ മറ്റൊരാളായി ജീവിക്കാന്നൊക്കെ പറഞ്ഞാൽ ഒട്ടും നടക്കണ കാര്യമല്ല. വിഷ്ണു അല്ലെന്ന് ഇപ്പൊ അങ്ങ് പറഞ്ഞാലോ? നീ എന്തോടെ ആലോചിക്കുന്നേ? അല്ല, അത് പിന്നെ അച്ഛാ ഞാൻ എനിക്കറിയാം. അല്ല, നീ ഇപ്പൊ ആലോചിക്കുന്നതേ അച്ഛൻ ഇതൊക്കെ എങ്ങനെ മനസ്സിലാക്കിയെന്നില്ലേ? അതൊക്കെ ഉണ്ട്. നിനക്കേ ശാലിനിയോടുള്ള സ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കിയോണ്ട് തന്നെ ഞാനിപ്പോഴേ ഈ വെഡിങ് ആഴ്ചറിയെ ഇത്രയും മനോഹരമായിട്ട് നടത്താൻ പോകുന്നതേ. നിങ്ങളുടെ ഈ പരസ്പര സ്നേഹവും വിശ്വാസവും ഒക്കെ ഇനിയും കുറെ അധികം കാലം നിൽക്കണം. നിങ്ങള് പരസ്പരം അകന്ന് മാറേണ്ടവരൊന്നും അല്ല, എപ്പോഴും അടുത്തിടപഴകേണ്ടവരാ. അതുകൊണ്ടാ അച്ഛൻ കുട്ടികളെ മാറ്റിക്കിടത്തി നിങ്ങൾ ഒന്നിച്ച് ഒരു മുറി കിടക്കണമെന്ന് പറഞ്ഞത്. മനസ്സിലായാ? ഇല്ല, ഇതൊരു ഓർമ്മയും തെളിഞ്ഞിട്ടില്ല. തെളിഞ്ഞില്ല എന്ന് മാത്രമല്ല, രോഗാവസ്ഥ കുറച്ച് കൂടിയെന്നൊരു സംശയമുണ്ട്. അച്ഛനെ കാണിക്കാനാണെങ്കിലും എന്ത് പറഞ്ഞാ മുറിയിലേക്ക് കയറി ചെല്ലുക? രാഘവേട്ടൻ കിടക്കുന്നില്ലേ? കിടക്കാം. പിന്നെ തമിഴ്നാട്ടിലൊരു ആചാരമുണ്ട്, ശാന്തി മുഹൂർത്തം എന്ന് പറയുവേ. അത് ചില ആൾക്കാർ ഇപ്പോഴേ നമ്മുടെ നാട്ടിൽ ആഘോഷിക്കാറുണ്ടേ. ഇത് അതാണെന്നങ്ങ് കരുതിയാ മതി. ചെല്ലട മോനെ, ചെന്ന് കിടക്കാൻ നോക്ക് പോ. ഞാൻ കിടന്നോളാം. അച്ഛൻ ചെന്ന് കിടന്നോ. പറ്റില്ല. നീ നിന്റെ മുറി കയറിട്ടെ ഞാൻ എന്റെ മുറിക്കകത്ത് കയറത്തുള്ളൂ. ഇങ്ങോട്ടാ. അല്ല അച്ഛാ, ഇങ്ങോട്ട് വരാ പറഞ്ഞേ. ഞാൻ കൊണ്ടാക്കാം. അച്ഛൻ ഞാൻ കിടന്നോളാം. നീ മിണ്ടാ ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് അച്ഛാ, ഞാൻ വരാം. ഇങ്ങോട്ട് അച്ഛാ വരാം. ഇങ്ങോട്ട് വാ. ശിവ, തൽക്കാലം ഇപ്പൊ അകത്തേക്ക് പൊയ്ക്കോ. രാഘവേട്ടൻ ഉറങ്ങിക്കഴിയുമ്പോ ഞാൻ വന്ന് വിളിച്ചോളാം. ഇല്ലെങ്കിൽ രാഘവേട്ടൻ സമ്മതിക്കത്തില്ല.